നമസ്കാരം. കേരള ക്രിക്കറ്റ് സാഗ യാത്ര പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ചിറ്റൂരിലാണ് നമ്മളുള്ളത്. ചിറ്റൂരിൽ നമ്മളിന്ന് വിക്കറ്റ് ടിക്കറ്റ് മത്സരം നടത്തുന്നത് ഷാലോം റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളിൻ്റെ മൈതാനത്താണ്. ഒപ്പം തന്നെ അവിടെ ഫ്രണ്ട്സ് ചിറ്റൂർ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ടീമും ഉണ്ട്. ഗംഭീര ടീമാണ് ഫ്രണ്ട്സിൻ്റെ ആളുകൾ. അതിലേറെ ഗംഭീരമാണ് ഇവിടുത്തെ ഷാലോം പബ്ലിക് സ്കൂളിലെ കുട്ടികൾ. അപ്പോൾ അവരാണ് ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് രാവിലെ ആയാലും അതുപോലെ വൈകുന്നേരം ക്ലാസ് ടൈമിന് ശേഷമായാലും സ്പെഷ്യലായിട്ട് സ്പോർട്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവിധ കായിക രംഗത്തിലും നമ്മൾ ആകുന്ന കഴിവുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഇന്ത്യയുടെ പഞ്ചാബ് മുതൽ കേരളം വരെയുള്ള പല സ്റ്റേറ്റിലെ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അതിൽ സ്പോർട്സിൽ നല്ല കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് പിറകെ ഒരുപാട് ആളുകൾ പന്തെറിയാനുണ്ട്. നോക്കാം കൊള്ളുക എന്നുള്ളത്. അപ്പൊ കൊണ്ടു. അപ്പൊ നമ്മൾ തുടങ്ങാണ്. നമ്മൾ ഏറല്ല, ഇവിടെ എറിഞ്ഞ് കൊള്ളിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. തുടങ്ങാം. കയ്യടി വേണം സാറിന്, കയ്യടി വേണം. കയ്യടി വേണം, കയ്യടി വേണം. കൊള്ളിക്കൂലേ? ഉറപ്പല്ലേ? നോക്കാം. ഇവിടെ അപ്പൊ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. പക്ഷെ 4 വിക്കറ്റുകൾ മാത്രമാണ് ഇന്ന് വീണത്. മഴക്കാറുണ്ട്, ഇടക്ക് വെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ടിക്കറ്റുകൾ ഇവിടെ നൽകി പോവുകയാണ്. ഇതിൽ 3 ടിക്കറ്റുകൾ നമ്മൾ ഇവിടുത്തെ ക്ലബിന് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ് ചിറ്റൂരിൻ്റെ ക്ലബിന് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 3 ടിക്കറ്റുകളുണ്ട്. ആ 3 ടിക്കറ്റുകൾ നമ്മൾ ഇവിടുത്തെ ഷാലോം റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിന് കൈമാറാണ്. അപ്പോൾ ഇവിടുന്ന് കളി കാണാൻ എത്തുക. അപ്പോൾ നമ്മൾ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് മടങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾ അമ്പരപ്പിച്ച ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു സംശയവുമില്ല. ഇവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു, ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്, ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ, അങ്ങനെ മൈതാനങ്ങളും വിക്കറ്റുകളും ഒക്കെ അവർക്ക് പരിശീലിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരുപാട് താരങ്ങൾ നമുക്ക് കാണാം. അതിലേറെ ഇവിടെയുള്ള ഒരുപാട് പെൺകുട്ടികൾ, ടീച്ചേഴ്സ്, അധ്യാപകർ കുട്ടികളെക്കാൾ വലിയ എനർജിയോടെ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോൾ വിക്കറ്റ് ടിക്കറ്റ് നമുക്ക് മറ്റൊരിടത്ത് കാണാം. ബൈ ബൈ.